ഇന്നലത്തെ മാച്ചിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ. അത് സൂര്യയാണ്. സൂര്യയുടെ ആ ക്യാച്ചാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. മില്ലർ പുറത്തായില്ലെങ്കിൽ ഒരിക്കലും ഇന്ത്യ കളി ജയിക്കില്ല. ഇപ്പോഴത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളി ജയിച്ച ശേഷം സൂര്യ ആ ക്യാച്ചിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ ഇന്ത്യക്ക് കപ്പ് നേടി തന്നു. രോഹിതിനി ചരിത്രത്തിന്റെ ഭാഗമാകും. ഇന്നലെ കളി ജയിച്ച് സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ ക്യാച്ച് ഞാൻ എങ്ങനെയാണ് പിടിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല. വളരെ ടഫായ ഒരു ക്യാച്ചായിരുന്നു അത്. ഞാനെങ്ങാനും ആ ക്യാച്ച് വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കളി തോറ്റേനെ. ആ ക്യാച്ചിന്റെ പേരിൽ ഇന്ത്യൻ ആരാധകർ മുഴുവനായിട്ടും എന്നെ തള്ളി പറഞ്ഞേനെ. ക്യാച്ച് വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് അതായിരുന്നു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ ക്യാച്ച് ഞാൻ കയ്യിലൊതുക്കി. പക്ഷേ എന്നെ ബൗണ്ടറി ലൈനിലേക്ക് നീങ്ങി നിൽക്കാൻ പറഞ്ഞത് രോഹിത് ശർമ്മയായിരുന്നു. രോഹിത് ഓവർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്നെ അങ്ങോട്ട് നീക്കി നിർത്തി. ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ആ ക്യാച്ച് എടുക്കാൻ സാധിക്കില്ലായിരുന്നു. മില്ലറെ പുറത്താക്കിയത് രോഹിത് ശർമ്മയുടെ തന്ത്രമായിരുന്നു. രോഹിത് മികച്ചൊരു ക്യാപ്റ്റനാണ്. ഓരോ താരത്തെയും എങ്ങനെ പുറത്താക്കണമെന്ന് രോഹിത് ശർമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ആ ക്യാച്ചിന്റെ ക്രെഡിറ്റ് ഞാൻ രോഹിത് ശർമ്മയ്ക്കാണ് കൊടുക്കുന്നത്. വേൾഡ് കപ്പ് സ്വന്തമാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് സൂര്യ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. 2007 ശേഷം ഇന്ത്യ അടുത്തൊരു T20 വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. 17 വർഷത്തെ ചരിത്രമാണ് ഇന്ത്യ തിരുത്തി കുറിച്ചിരിക്കുന്നത്. ഇന്ത്യ തോറ്റെന്ന് 100% ഉറപ്പിച്ചതായിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ കളി തിരിച്ചു പിടിച്ചത്. അതുകൊണ്ട് ഇന്നലത്തെ മാച്ച് ആരാധകർക്ക് ഒരു തൃശ്ശൂരിത് തന്നെയായിരുന്നു. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. അവസാനം ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾ വിഷമിക്കുന്നത് കാണുമ്പോൾ ഇന്ത്യൻ ആരാധകർക്കും വിഷമമുണ്ട്. പക്ഷേ ഇത് വേൾഡ് കപ്പാണ്. ഫൈനലിൽ എന്ത് വില കൊടുത്തും കളി ജയിക്കണം. കഠിനമായ പ്രയത്നത്തിലൂടെ ഇന്ത്യ ആ വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.